ഞാൻ ശ്രീ NN കൃഷ്ണദാസിലേക്ക് വരികയാണ്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. ആ തോൽവിയുമായി ബന്ധപ്പെട്ട് അതിലെ ചില ഭാഗങ്ങളാണ് മുഖ്യമന്ത്രരി പൂർണ്ണമായി പല കാരണങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയും LDFും തമ്മിലുള്ള LDFിനെയും കൂടി ബന്ധപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള വലിയ പ്രചാരണമുണ്ട്. അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണ ഇടതുപക്ഷത്തേക്ക് വരേണ്ട ന്യൂനപക്ഷ വോട്ടുകളെ അകറ്റിയിട്ടുണ്ടോ എന്ന പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടികൾ നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെ തൃപ്തികരമായി പൊതുസമൂഹത്തിന് തോന്നുമോ, സ്വീകാര്യമായി തോന്നണമെന്നുണ്ടോ? അതാണ് അദ്ദേഹം ചോദിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണ് പൊതുസമൂഹം സ്വീകാര്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിലൊക്കെയുള്ള ഒരു അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിവേചനപരമായ നിലപാടുകളുണ്ട്. ആ വിവേചനപരമായിട്ടുള്ള നിലപാട് നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന ഒരാൾക്ക് സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പൊതുവിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവമാണ് എന്നാർക്കും തോന്നുന്ന വിധത്തിൽ കാര്യകാരണങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏറ്റവും പ്രധാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക, ഇവരങ്ങനെ നന്നായി പോണ്ട, ഇവരെ ഒന്ന് ഇരുത്തണം എന്നുള്ള നിലയ്ക്ക് എല്ലാ ഇടതുപക്ഷ വിരുദ്ധരും ഒരുമിച്ച് പ്രാദേശികമായി അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്നു കോൺഗ്രസും BJPയും. അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കി, അതിന് പുറമെ മറ്റുള്ള എല്ലാവരെയും അതിനു വേണ്ടി അവർ ഒരുമിപ്പിച്ച് അണിനിർത്തുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു സമീപന ഇലക്ഷൻ അവർ LDFന് തോൽപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കി. അതിന് വേണ്ടതായിട്ടുള്ള പ്രചരണ രൂപങ്ങളൊക്കെ അവർ തയ്യാറാക്കുകയും ചെയ്തു. പ്രചരണത്തിന് വേണ്ട ആശയങ്ങളും അവരുണ്ടാക്കി. ഇത് വളരെ പ്രധാനമാണ്. ഇതിൽ ഞങ്ങളുടെ പാർട്ടി, ഞാൻ ശരത്ത് പറഞ്ഞുകൊണ്ട് പറയാം, ഞങ്ങൾ ഇതിനെ ഒരു ദുരഭിമാന ബോധത്തോടു കൂടിയോ അപകർഷതാ ബോധത്തോടു കൂടിയോ മുൻവിധിയോടു കൂടിയോ അല്ല സമീപിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഫലമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിലേക്കാളും മെച്ചപ്പെട്ടൊരു ഫലം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നു, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്നാൽ പോലും ഓരോ പ്രദേശത്തും എങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭ്യമാവേണ്ട വോട്ട് കിട്ടാതിരുന്നത് എന്ന് ഞങ്ങൾ മുൻവിധികളില്ലാതെ, ദുരഭിമാന ബോധമില്ലാതെ ഞങ്ങൾ പരിശോധിക്കും. എവിടെയെങ്കിലും ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ, ആ കുറവുകളോട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കും, താഴ്ത്തുപോയി പരിശോധിക്കും. അത് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമല്ല, ജില്ലാ കമ്മിറ്റികളിൽ മാത്രമല്ല, ഏരിയ കമ്മിറ്റികളിൽ മാത്രമല്ല, ലോക്കൽ കമ്മിറ്റികളിൽ പോലുമല്ല. കാരണം അവിടെയൊന്നല്ല വോട്ട് ബൂത്തിലും വാർഡിലുമാണ്. വോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബൂത്തിൽ നിന്നും വാർഡിൽ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങളുടെ ഏതെങ്കിലും വീടുകൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, വോട്ടർമാർ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് കാരണം? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഞങ്ങൾ മുൻവിധികളില്ലാതെ, അപകർഷതാബോധമില്ലാതെ, ദുരഭിമാന ബോധമില്ലാതെ യഥാർത്ഥത്തിൽ ആ കാരണം കണ്ടെത്തി ഞങ്ങളുടെ പാർട്ടി തിരുത്തേണ്ടത് തിരുത്തും. മുമ്പൊരിക്കൽ EMS പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിയില്ലാത്ത പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ജനങ്ങളുടെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ തലകുനിക്കൂ. കൊലമരത്തിൻ്റെ മുന്നിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ തലയും കുനിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കൊടിയും കുനിഞ്ഞിട്ടില്ല. കൊലമരത്തിൻ്റെ മുന്നിലും ജയിലറകൾക്ക് മുന്നിലും കുനിയാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ തലയും കൊടിയും ജനങ്ങളുടെ മുമ്പിൽ കുനിച്ച് കൈകെട്ടി ഞങ്ങൾ നിൽക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ തുറന്നു പറയും, തിരുത്തും, ജനവിശ്വാസം വീണ്ടെടുക്കും. മുമ്പ് ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പഴയ തെരഞ്ഞെടുപ്പുകൾ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയോ, അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള 1977 തെരഞ്ഞെടുപ്പിൽ വെറും 17 സീറ്റാണ് നിയമസഭയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത്. അന്ന് മുതൽ എന്താണ് പിഴവ് എന്ന് പരിശോധിച്ച് തിരുത്തിയാണ് ഞങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. തോൽവികളും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. തോൽവികൾ ഉണ്ടാകുമ്പോൾ കാരണം കണ്ടെത്തി തിരുത്തി ഞങ്ങൾ മുമ്പിലേക്ക് പോവും. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ, അദ്ദേഹം പാർട്ടി നേതാവ് കൂടിയായിട്ടാണ് സംസാരിച്ചത്, പാർട്ടി വിലയിരുത്തിയ കാര്യങ്ങൾ. അതാണ് ഞങ്ങൾക്ക് ഇതിനോടുള്ള സമീപനം. പിന്നെ എന്തെല്ലാം അപവാദ പ്രചരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഈ വെള്ളാപ്പള്ളി നടേശൻ കാറ് കയറിപ്പോയി. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവ് പറയോ കണ്ടാൽ മിണ്ടാൻ പാടില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ, കാറ് കയറ്റാൻ പാടില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ? കോൺഗ്രസിന് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളോടും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം തിരുത്തേണ്ടതായിട്ടുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കണ്ടാൽ മിണ്ടാൻ പാടില്ലാത്ത ഒരാളാണ്, കൂടെ കാറ് കയറാൻ പാടില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കോൺഗ്രസ്സുകാർ പറയോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ. മിണ്ടാൻ പോലും പാടില്ലാത്ത ഒരു വെറുക്കപ്പെട്ട വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പറയട്ടെ കേരളത്തിൽ. ഞങ്ങൾക്ക് അഭിപ്രായമില്ല.
അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളോടും പ്രസ്താവനകളോടും ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ എന്തെല്ലാം ദുഷ്പ്രചാര വേലകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി സമയമെടുത്ത് തന്നെ ഇതൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ ജനങ്ങൾ കാണുകയും വേണം. പിന്നെ ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാവർക്കും ജ്വരം ഉണ്ടാവുമല്ലോ. ആ ജ്വരമനസ്ഥിതി നിന്ന് മാറി ശാന്തചിത്തരായിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ഒന്ന് ലളിതയുക്തിയിൽ എല്ലാവരും ചിന്തിക്കുന്ന നന്നായിരിക്കും എന്ന് തോന്നാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇന്ന് ഇത്രയും സമയമെടുത്ത് ഈ വസ്തുതകളൊക്കെ വിശദീകരിച്ചത് എന്ന് കൂടി ഓർക്കണം.